ആ അത് ശരിയാ. അല്ല, നീ നിന്റെ അമ്മായിപ്പിനെ പോയി കണ്ടില്ലേ വിനയ? ഞാൻ അന്വേഷിച്ചു. അതേ ഐസിയുല. പോയാ പുറത്ത് നിൽക്കാനേ പറ്റൂ, കാണാനൊന്നും പറ്റില്ല. എനിക്കാണെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ളവരെ കാണാൻ വലിയ താല്പര്യം. അത് കാണില്ല. നീ നിന്റെ ഇരട്ടക്കുട്ടികളെ അവരുടെ തോളത്ത് വെച്ചു കൊടുത്ത് മുങ്ങിയ കാര്യമൊക്കെ ഞാനും അറിഞ്ഞു. തോളത്ത് വെച്ച് കൊടുത്ത് മുങ്ങിയെന്ന്? ആ, ആന്റിയോടാരാ ഇതൊക്കെ പറഞ്ഞത്? എന്നോടായിട്ട് ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങള് ഞാൻ എങ്ങനെയെങ്കിലും അറിയാതിരിക്കില്ലല്ലോ വിനയ. ഞാൻ 2 ദിവസത്തേക്ക് കുട്ടികളെ അമ്പിളി ചേച്ചിയുടെ അടുത്ത് നിർത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവര് തിരുവിനും കൂടി മക്കളല്ലേ. ആ ഒരു അവകാശത്തിന് അവളുടെ അച്ഛൻ അവരെയും കൂടി ഏറ്റെടുത്തോണ്ട് പോയതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ചെയ്യാനൊക്കെ പറ്റും വിനയ, പക്ഷെ നീ അത് ചെയ്യില്ല. ഒന്നാമത് പണ്ടേ നിനക്ക് ആ പെൺകൊച്ചുങ്ങളെ ഇഷ്ടമല്ല. പിന്നെ അതുങ്ങളെ വളർത്തി വലുതാക്കാനുള്ള ചെലവ് അതുണ്ടെങ്കിൽ നിനക്ക് നിന്റെ പ്രിയപ്പെട്ട വിജയമോനെ നന്നായി വളർത്താമല്ലോ. അല്ല, അതുകൂടി ഞാൻ നോക്കണ്ടേ ആന്റി? ഓ, നോക്കണം. പെൺകുട്ടികളെ നോക്കേണ്ടത് അവരുടെ അമ്മയാണ്. അവളെ അവളുടെ വീട്ടുകാര് കാശുണ്ടാക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്കില്ലേ? അല്ല, അപ്പോ അവരെ ഇനി അനന്തം മാഷ് വളർത്തിക്കോട്ടെ എന്നാണോ നിന്റെ തീരുമാനം? ഇന്നത്തെ ലോട്ടറി എടുക്കുന്നു? വേണ്ട. എന്റെ തീരുമാനം മാത്രല്ല ആന്റി, അനന്തം മാഷിന്റെ തീരുമാനം അത് തന്നെയാ. പക്ഷെ അങ്ങേരെ ഹോസ്പിറ്റൽ ആയതോടെ എന്റെ അമ്മയും മാവനും കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള വാശിയില്ല. അവരുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഞാൻ അവരെ തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ആ കുട്ടികളെ അച്ഛൻ തിരിച്ചു കൊണ്ടുപോകുന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആനന്ദം മാഷേ ജീവനോടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലോ? ഞാൻ ഇന്നലെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു വിനയ. അതാ രാവിലെ തന്നെ പോയി ഒന്ന് കാണാമെന്ന് വെച്ചത്. അല്ല, ഇപ്പൊ പോയാൽ കാണാൻ പറ്റില്ലെന്ന് ഉറപ്പാണോ വിനയ? ഉറപ്പാ ആന്റി. വാർഡിലേക്ക് മാറ്റാതെ കാണാനൊന്നും പറ്റില്ല. അല്ല പിന്നെ ഞാൻ പോവായിരിക്കും. ഇറങ്ങിയത് വെറുതെ ആയി പോയി. വെറുതെ ഒന്നും ആയില്ല ആന്റി, നമുക്ക് തമ്മിൽ കാണാൻ പറ്റിയില്ലേ? ഇതൊക്കെ ഒരു നിമിത്തമായിരിക്കും ആന്റി. എനിക്ക് ആന്റിയുടെ ഒരു സഹായം ആവശ്യം. എന്റെ പൊന്നു വിനയ, CCTVയുടെ ഓർഡർ പിടിച്ചിരുന്ന കാര്യമാണെങ്കിൽ അതിന് നീ എനിക്ക് കുറച്ച് സമയം താ. എന്റെ വീട്ടിലൊരു മാരണം ഇരിക്കുന്ന കാര്യം നിനക്കറിയാലോ. അതിനെ അവിടുന്ന് എടുത്ത് കളയുന്നത് വരെ വേറൊന്നും എന്റെ മനസ്സിൽ കേറില്ല. അതുകൊണ്ടാ. അതൊക്കെ എനിക്ക് അറിയാം ആന്റി. വേണമെങ്കിൽ അയാളെ ഒഴിവാക്കാൻ ഞാൻ ആന്റിയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ആദ്യം എന്റെ ഇരട്ട കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആന്റി എനിക്കൊന്ന് പറഞ്ഞു തരണം. നിന്നോട് ചോദിക്കാതെ സിംഗപ്പൂരിലേക്ക് പോയ നിന്റെ ഭാര്യയെ ഇനി നിനക്ക് തിരിച്ചു വേണമെന്നുണ്ടോ? പിന്നെ ചീരു എന്നോട് എന്ത് കാണിച്ചാലും എനിക്ക് അവളെ മരണം വരെ ഉപേക്ഷിക്കാനാവില്ല ആന്റി. അയ്യോ, ഞാൻ ആത്മഹത്യ ചെയ്യാതെ ഇരിക്കുന്നത് പോലും അവളോടൊപ്പം ജീവിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞ എനിക്ക് അവളോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ആന്റി. എത്ര കാലം കാത്തിരുന്നിട്ടായാലും അവളോട് നിന്റെ പക തീർക്കാനുള്ള മനസ്സ് എനിക്കും മനസ്സിലാവുന്നുണ്ട് മോനെ. അതിപ്പോ ആന്റി എന്ത് കരുതിയാലും ചീരുവിനെ എനിക്ക് വേണമെന്നുള്ളത് സത്യം. എങ്കിലേ നീ നിന്റെ ഇരട്ടക്കുട്ടികളെ തിരിച്ചു വിളിച്ചു കൊണ്ടുപോണം. അതാ വേണ്ടത്. മാഷ് വന്ന് ചോദിച്ചാലും നീ അവരെ വിട്ടുകൊടുക്കരുത്. പക്ഷേ അവരെ കൂടി വളർത്തുക. ചേടാ, നീ നിന്റെ മക്കളെ എങ്ങനെ വളർത്തുന്നു ആരെങ്കിലും ചോദിക്കുവോ? ഇല്ലല്ലോ. നിനക്ക് പറ്റുന്നപോലെ വളർത്തിയാൽ മതിന്നേ. എടാ, അവര് നിന്റെ കൂടെ ഉണ്ടെങ്കിലേ ചീരു തിരിച്ചു വന്നാ നിന്റെ അടുത്തേക്ക് വരൂ. അല്ലെങ്കിൽ പിന്നെ നിന്റെ മകനെ കൂടി തിരിച്ചു പിടിക്കാനാവും അവള് ശ്രമിക്കുന്നത്. നിനക്ക് ജയിക്കണമെങ്കിൽ ഈ അവസരം നീ ഉപയോഗിക്കണം. മാഷ് ഹോസ്പിറ്റലിൽ നിന്ന് അസുഖം ഭേദമായി വരികയാണെങ്കിൽ പിന്നെ നിനക്ക് നിന്റെ മക്കളെ തിരിച്ചു കിട്ടില്ല. അത് ഉറപ്പാ. അപ്പോ അദ്ദേഹം ഹോസ്പിറ്റലിൽ ഉള്ളപ്പോ തന്നെ ഞാൻ അവരെ തിരിച്ചുകൊണ്ട് പോകണമെന്നാണോ? അതെ, പറ്റിയാൽ ഇന്ന് തന്നെ. അതിന് വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആന്റി പറ.